ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയെ രാഹുൽ വയറ്റിൽ കുത്തിയിട്ട് അവള് ആശുപത്രിയിലാണ്. അവൾക്ക് സീരിയസ് ആണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കരളിന് മുറിവേറ്റിട്ടുള്ള കാര്യം പറയണ കേൾക്കുമ്പോൾ കിരണ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സരയ് വന്ന് അവിടെ വലിയൊരു നാടകം തന്നെ അഭിനയിക്കുന്നുണ്ട്. അവള് കരയുന്ന പോലെ, അതുപോലെ കല്യാണിക്ക് ഇത് സംഭവിച്ചതിലേക്ക് ഒരുപാട് സങ്കടമൊക്കെ അഭിനയിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അതിനുശേഷം തന്റെ അമ്മയോട്, താരയോട് ചെന്നിട്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് അതിലൊരുപാട് സന്തോഷമാണ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ താരയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ വാർത്ത കേട്ടിട്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ രതീഷ് ആണെങ്കിൽ കാദംബരിയോട് വിവരം പറയുകയാണ്. അങ്ങനെ കാദംബരി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന കാദംബരിയും അതുപോലെ തന്നെ കാർത്തികയും കല്യാണിക്ക് കൂട്ടിരിക്കുകയാണ്. അതുപോലെ ഹരിസാറും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കിരണും രതീഷും പുറത്തേക്ക് പോവുകയാണ്. അവര് CCTV അവിടെ അടുത്തുള്ള ഈ രാഹുൽ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുറ്റുമുള്ള ആ ബിൽഡിങ്ങിന്റെ വീടിന് ചുറ്റുമുള്ള ആ CCTV ക്യാമറയിലൊക്കെ നിരീക്ഷിച്ച് അവരങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിരൺ സമ്മതിക്കുന്നില്ല. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഒരു ഓട്ടോയിൽ കയറിയിട്ട് രാഹുൽ പോകുന്നത് അവർക്ക് തെളിവായി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ തെളിവ് വെച്ചിട്ട് അവൻ ഒരു ഓട്ടോ ആ വഴി വരുമ്പോൾ ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ നമ്പറിലുള്ള ഓട്ടോ അവിടുത്തെ സ്റ്റാൻഡിലാണ് ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അവിടുത്തേതല്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ നമ്പറുമായിട്ട് നമുക്ക് എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ചെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം എന്തായാലും നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. അവൻ എങ്ങോട്ടാ പോയതെന്ന് എന്തായാലും കിട്ടാതിരിക്കില്ല. അവൻ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവനെ കൊന്നു തള്ളും ഞാൻ, അത് ഉറപ്പാണ്. എൻ്റെ കല്യാണിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് രതീഷിനോട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ രതീഷ് അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് ഇനി എന്തായാലും നമ്മൾ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അവനിന് പരോളൊക്കെ കഴിഞ്ഞിട്ട് അവൻ തിരികെ ജയിലിലോട്ട് പോകും. അത് കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടില്ലെന്നൊക്കെ പറയാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് രതീഷ് ഇങ്ങനെ പറയുമ്പോൾ, അത് വേണോ? ആ CI ആണ് അവിടെ ഉള്ളത്, എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ നമ്മളൊക്കെ അയാൾ നോട്ടം വെച്ചിരിക്കുകയാണ് ഗംഗയുടെ കൊലപാതകത്തിന്റെ പേരിൽ. അപ്പൊ അത് വേണോ എന്ന് ചോദിക്കുകയാണ്. അത് സാരില്ല, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് CIക്ക് ഒരു പരാതി കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ പോകാമെന്നും പറഞ്ഞിട്ട് കിരണും രതീഷും കൂടി CIയുടെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ CI മാർട്ടിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട്, പരോളിൽ ഇറങ്ങിയ രാഹുൽ എന്ന് പറയുന്ന ആളാണ് കുത്തിയത്, ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, അവനോട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എത്രയും വേഗം സാർ അതിനുള്ളൊരു നടപടി എടുക്കണം, എൻ്റെ ഭാര്യ അത്ര സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കിരൺ പോരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ CI മാർട്ടിൻ എന്തായാലും വെറുതെ ഇരിക്കില്ല. കാരണം എന്ത് പരാതി കിട്ടിയാലും ന്യായത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന CI ഈ കിരണിന്റെ ഈ പരാതിയും എന്തായാലും അന്വേഷിക്കും. അതുപോലെ തന്നെ രാഹുലിനെ പിടികൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ പ്രകാശൻ തന്റെ പെൺമക്കളും ഒത്തിട്ട് പുറത്തൊന്ന് കറങ്ങാനൊക്കെയാണ് ഇന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിയോട് എത്രയും വേഗം വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് കാർത്തികയെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അപ്പൊ കാർത്തികയും കാദംബരിയും കല്യാണിയും കൂടി പ്രകാശനും കൂടി പുറത്തൊക്കെ ഒന്ന് ചുറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ പ്രകാശൻ അറിയില്ല കല്യാണി ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം. ആരും പ്രകാശനെ അത് അറിയിക്കുന്നില്ല. അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളായതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണിക്ക് ബോധം തെളിയുന്ന സമയത്ത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണിക്ക് അതിനേക്കാളും ഏറെ വിഷമാകും. അതുകൊണ്ട് പ്രകാശിന്റെ കാര്യങ്ങൾ എല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാതെ വരുമ്പോൾ കാർത്തികയോട് വീണ്ടും നമ്മുടെ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ കല്യാണി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇല്ല അച്ഛാ, വന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ വരാഞ്ഞത്? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഒരു 100 വട്ടം വിളിക്കുമല്ലോ, ചായ കുടിച്ചോ, അച്ഛൻ ചോറ് തിന്നോ, അത് ചെയ്തോ, ഇതൊക്കെ ചോദിക്കാനായിട്ട് ഇന്ന് ഒറ്റ പ്രാവശ്യം പോലും വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്താ പറ്റിയത് എൻ്റെ മോൾക്ക് എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ നീ വരാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒന്നിച്ച് പുറത്തു പോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു വെച്ചാ, പക്ഷേ അവള് തിരക്കിലാണ്, ജോലി തിരക്കിലാണ്, അതുകൊണ്ട് അവളിപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞു എന്ന് കാർത്തിക പറയുകയാണ് പ്രകാശനോട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന അപ്പൊ പ്രകാശൻ അങ്ങനെ നിൽക്കാണ്. പ്രകാശന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ട്. ഇവരെന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകാശന് മനസ്സിലാവുകയാണ്. എന്തായാലും പ്രകാശൻ കാര്യങ്ങളൊക്കെ അറിയും കല്യാണി ആശുപത്രിയിലാണെന്നുള്ളത്. അങ്ങനെ കല്യാണിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്ന് കാണുന്നുണ്ട്. അവന്റെ ആയിരുന്നു നെഞ്ച് പൊട്ടിപ്പോവുകയാണ്, അത്രയും വിഷമാവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം ജയിലിലാണല്ലോ ഉള്ളത്. വിക്രത്തിന്റെ അരികിലേക്ക് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുകയാണ്, ജയിൽ വാർഡൻ വന്നിട്ട് പറയുന്നുണ്ട്, എടാ
നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനില്ലേ, ആ തടിയൻ, അവൻ പുറത്തിറങ്ങിയില്ലേ പരോളില്, അവൻ ഇറങ്ങിയതിന് ശേഷം എന്താ ചെയ്തതെന്നറിയോ, നിന്റെ പെങ്ങളെ കുത്തി, ആ പെങ്ങളിപ്പോ ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിൽ എന്നിങ്ങനെ പറയുമെന്ന് കേൾക്കുമ്പോൾ ഏത് പെങ്ങളാണെന്നൊന്നും അറിയില്ലെങ്കിലും എന്തായാലും ആ കല്യാണിയെ വരുത്താനാണല്ലോ അവിടെ നിന്നും രാഹുൽ പ്രധാനമായിട്ടും ഇറങ്ങിയത്. അത് കേൾക്കുന്ന വിക്രത്തിന്റെ മുഖത്ത് പുഞ്ചിരി അങ്ങനെ വിടരുകയാണ്. പക്ഷേ അവൻ പിന്നെ പോലീസ് ആ ജയിൽ വാർഡൻ കാണുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പോലീസ് ആ വാർഡൻ ചോദിക്കുകയാണ്, എടാ നിന്റെ മുഖത്ത് വലിയ സന്തോഷമാണല്ലോ ഉണ്ടായത്, ഓ നിന്റെ ശത്രുവാണല്ലോ നിന്റെ പെങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതെ സാറേ, എൻ്റെ ശത്രു തന്നെയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും രാഹുലേട്ടൻ കാര്യങ്ങളൊക്കെ എന്തായാലും സാധിച്ചല്ലോ. അങ്കിൾ എന്തായാലും തിരികെ വരുമ്പോൾ അങ്കിൾ എന്തായാലും ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയത്. അങ്കിളിന് അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ മാർട്ടിൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് രാഹുലിനെ പിടികൂടുകയും രാഹുലിനെ തല്ലി ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പരോളിൽ കഴിഞ്ഞ രാഹുൽ വീണ്ടും ജയിലിലോട്ട് തന്നെ പോവുകയാണ്. കൂടുതൽ ശിക്ഷ അവന് കൂട്ടിക്കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കല്യാണിയുടെ അസുഖങ്ങളൊക്കെ ഭേദമാകുന്നുണ്ട്. കല്യാണി റിക്കവറായിട്ട് വരികയും ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാർട്ടിൻ മറ്റൊരു കേസ്, അതായത് ഗംഗപ്രസാദിനെ കൊന്ന കേസ് അവൻ മാർട്ടിൻ വരുന്നുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന ഇവൻ മനോഹറിന്റെ സ്വഭാവത്തിലേക്ക് വളരെ വ്യത്യാസം നിറഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ അവനിപ്പം നല്ല നടപ്പായതുകൊണ്ടും തന്നെ അവന്റെ ശിക്ഷകൾ ഒക്കെ ഇളവ് ചെയ്തിട്ടുണ്ട്. അവന് ശിക്ഷയൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളൂ. പക്ഷേ ഈ ഗംഗപ്രസാദിനെ കൊന്നത് കിരണല്ല, അത് മറ്റൊരു കൈകളാണ് എന്ന് മാർട്ടിൻ തിരിച്ചറിയണം. അത് ഈ പറയുന്ന ഇവന്റെ മനോഹർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മനോഹറെ ഇതിന്റെ പേരിൽ വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നീ പരോൾ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു തെറ്റും കൂടി നീ ചെയ്തിരുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ അറിയുന്ന കിരണും കല്യാണിയും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്, എങ്ങനെ അത് സംഭവിച്ചു എന്നറിയാതെ. അപ്പൊ എന്തായാലും മനോഹർ കഥകളൊക്കെ പറയുകയാണ്, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ ഇങ്ങനെ ജയിലിലോട്ട് പോകാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ തന്നെയാണ്, ഒരു സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഗംഗപ്രസാദ് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹോളിലേക്ക്, ആ ഒരു മണ്ഡപത്തിലേക്ക് വരുന്ന കാണുന്നുണ്ട്, പുറകിലൂടെ എടുത്ത് ചാടുന്നൊക്കെ കാണുകയാണ്. പക്ഷേ കിരൺ സാറ് ഈ ഗംഗപ്രസാദിനെ തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ കിരൺ സാറിന്റെ കണ്ണിലേക്ക് മണ്ണ് എറിഞ്ഞിട്ടിട്ട് അവൻ ഓടിപ്പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ തന്നെ അവിടെ കിടന്നത് ഒരു ഇരുമ്പ് വടി എടുത്ത് അവന്റെ തലയ്ക്ക് ഞാനാണ് അടിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ നേരെ പരോളിൽ കഴിഞ്ഞ് ഞാൻ വേഗം ജയിലിലോട്ട് വരികയായിരുന്നു എന്ന് മനോഹർ പറയുകയാണ്. എന്തായാലും നടന്ന സംഭവങ്ങളൊക്കെ മനോഹർ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എല്ലാവർക്കും അതൊരു ഷോക്കായി മാറുകയാണ്. പിന്നെ സരയുവാണ് ഇതിന്റെ പുറകിലെന്ന്, അച്ഛന്റെ കൂടെ നിന്നിട്ട് കല്യാണിയെ തകർക്കാൻ ശ്രമിച്ചത് സരയുവാണ് എന്ന സത്യവും പുറത്തു വരികയാണ്. സരയുവിനെ എല്ലാവരും വെറുക്കുകയും അതുപോലെ തന്നെ ഇത്രയും നാൾ സംരക്ഷിച്ചതിന് അവളെല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.